നഗരത്തിൻ്റെ തിരക്കുകളിൽ നിന്ന് മാറി കുന്നിൻ ചെരുവിലെ ഒരു ചെറിയ വീട്ടിലായിരുന്നു 10 വയസ്സുകാരൻ ആര്യൻ്റെ താമസം. കാഴ്ചയിൽ സുന്ദരനാണെങ്കിലും ആര്യൻ മറ്റു കുട്ടികളെപ്പോലെ അല്ലായിരുന്നു. ഒരു അപകടത്തിൽ ഇടത് കാലിനേറ്റ പരിക്ക് അവനെ ഊന്നുവടിയുടെ സഹായത്തോടെ നടക്കാൻ നിർബന്ധിതനാക്കി. സ്കൂളിലെ കളിയാക്കലുകളും സഹതാപം നിറഞ്ഞ നോട്ടങ്ങളും അവനെ ഉൾവലിഞ്ഞവനാക്കി മാറ്റി. എനിക്ക് ഒന്നിനും കഴിയില്ല എന്ന ചിന്ത ആര്യൻ്റെ മനസ്സിൽ ഒരു വലിയ കല്ലുപോലെ ഉറച്ചു പോയിരുന്നു. ഒരു മഴയുള്ള വൈകുന്നേരം മുറ്റത്തെ ചെളിയിൽ തളർന്നു കിടക്കുന്ന ഒരു ചെറിയ പട്ടിക്കുട്ടിയെ ആര്യൻ കണ്ടു. അതിൻ്റെ പിൻകാൽ ഏതോ വണ്ടി തട്ടി ഒടിഞ്ഞിരുന്നു. അഴുക്ക് പുരണ്ട് വിശന്ന് വേദന കൊണ്ട് കരയാൻ പോലും കഴിയാതെ അത് കിടന്നു. ആദ്യം ഭയം തോന്നിയെങ്കിലും ആ പട്ടിക്കുട്ടിയുടെ കണ്ണുകളിൽ കണ്ട നിസ്സഹായാവസ്ഥ ആര്യനെ വല്ലാതെ വേദനിപ്പിച്ചു. അവൻ അതിനെ പതുക്കെ കോരിയെടുത്ത് അകത്തേക്ക് കൊണ്ടുപോയി. അച്ഛൻ അതിനെ ഷാഡോ എന്ന് പേരിട്ടു. ദിവസങ്ങൾ കടന്നുപോയി. ആര്യൻ ഷാഡോയെ പരിചരിച്ചു. ഷാഡോയുടെ ഒടിഞ്ഞ കാൽ ശരിയായി വന്നെങ്കിലും അവനൊരു ചെറിയ മുടന്തുണ്ടായിരുന്നു. പക്ഷേ ആര്യനിൽ നിന്നും വ്യത്യസ്തമായി ഷാഡോയ്ക്ക് ആ മുടന്തൊരു തടസ്സമായിരുന്നില്ല. അവൻ തൻ്റെ 3 കാലുകളിലും ഊന്നി ആഞ്ഞു തള്ളാൻ ശ്രമിക്കുമായിരുന്നു. ഒരു ദിവസം ആര്യൻ സിറ്റ് ഔട്ടിൽ ഇരിക്കുമ്പോൾ ഷാഡോ ഒരു പന്തുമായി അവൻ്റെ അടുത്തേക്ക് വന്നു. പന്ത് ദൂരേക്ക് എറിഞ്ഞു കൊടുക്കാൻ അവൻ ആംഗ്യം കാണിച്ചു. ആര്യൻ പന്തെറിഞ്ഞു. ഷാഡോ മുടന്തിക്കൊണ്ടാണെങ്കിലും സർവശക്തിയുമെടുത്ത് ഓടി അത് തിരികെ എത്തിച്ചു. ഓരോ തവണ ഓടുമ്പോഴും അവൻ വീഴുമായിരുന്നു. പക്ഷേ ഓരോ വീഴ്ചയിലും അവൻ കൂടുതൽ ഊർജത്തോടെ എഴുന്നേറ്റു. ഇത് കണ്ടു നിന്ന ആര്യൻ്റെ ഉള്ളിൽ ഒരു തീപ്പൊരി പടർന്നു. അവന് കഴിയുമെങ്കിൽ എനിക്ക് എന്തുകൊണ്ടായിക്കൂടാ? ആര്യൻ പതുക്കെ നടക്കാൻ പരിശീലിച്ചു തുടങ്ങി. തുടക്കത്തിൽ വേദന സഹിക്കാനാവാതെ അവൻ കരഞ്ഞു. ഇതൊന്നും നടക്കില്ല എന്ന് പറഞ്ഞ് അവൻ തറയിലിരുന്നു പോയപ്പോഴൊക്കെ ഷാഡോ വന്ന് അവൻ്റെ കയ്യിൽ നക്കി. അവൻ്റെ കണ്ണുകളിൽ ഒരു ചോദ്യമുണ്ടായിരുന്നു. ഞാൻ തോറ്റിട്ടില്ല, പിന്നെ നീ എന്തിനാണ് തോൽക്കുന്നത്? അവർ രണ്ടുപേരും ചേർന്ന് കുന്നിൻ മുകളിലേക്ക് നടക്കാൻ തീരുമാനിച്ചു. നാട്ടുകാർ അവരെ നോക്കി അടക്കം പറഞ്ഞു. ആ മുടന്തൻ ചെക്കനും പട്ടിയും കൂടി എങ്ങോട്ടാണോ ആവോ. പക്ഷേ ആര്യനത് കേട്ടില്ല. അവൻ ശ്രദ്ധിച്ചത് തൻ്റെ ശ്വാസത്തിലും ഷാഡോയുടെ കുരയിലുമാണ്. ഓരോ ദിവസവും അവർ 1 മീറ്റർ കൂടുതൽ ദൂരം നടന്നു. ഒരു ഞായറാഴ്ച പുലർച്ചെ ആര്യൻ തീരുമാനിച്ചു, ഇന്ന് താൻ ആ കുന്നിൻ്റെ മുകളിലെത്തും. കിതച്ചും വീണും മുട്ടുകൾ പൊട്ടിയും അവൻ മുന്നോട്ട് നീങ്ങി. ഷാഡോ അവന് മുന്നേ ഓടിയും ഇടയ്ക്ക് തിരിഞ്ഞു നോക്കിയും ആവേശം നൽകി. ഒടുവിൽ ഉദയസൂര്യൻ്റെ കിരണങ്ങൾ ഭൂമിയിൽ പതിക്കുമ്പോൾ ആര്യൻ ആ കുന്നിൻ്റെ നെറുകയിലെത്തി. താഴെ കാണുന്ന നഗരം എത്ര ചെറുതാണെന്ന് അവൻ അത്ഭുതത്തോടെ നോക്കി നിന്നു. അവൻ്റെ പരിമിതികളേക്കാൾ വലുതാണ് അവൻ്റെ മനക്കരുത്തെന്ന് അവൻ തിരിച്ചറിഞ്ഞ നിമിഷമായിരുന്നു അത്. അവൻ ഷാഡോയെ കെട്ടിപ്പിടിച്ചു. ആ വലിയ കുന്നിൻ മുകളിൽ നിന്ന് അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഞാൻ ജയിച്ചു. ഹലോ ഫ്രണ്ട്സ്, ഈ സ്റ്റോറിയിൽ നിന്നും നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? അതെ, നമ്മെ തളർത്തുന്നത് നമ്മുടെ ശാരീരികമായ വൈകല്യങ്ങളല്ല, മറിച്ച് നമ്മുടെ മനസ്സിലെ എനിക്ക് കഴിയില്ല എന്ന ചിന്തയാണ്. കൂട്ടിന് സ്നേഹമുള്ള ഒരു ഹൃദയവും പൊരുതാനുള്ള മനസാന്നിധ്യവും ഉണ്ടെങ്കിൽ ഏത് കൊടുമുടിയും നമുക്ക് കീഴടക്കാം. ജീവിതം നമുക്ക് മുറിവുകൾ നൽകും. ആ മുറിവുകളെ നമ്മുടെ അടയാളങ്ങളാക്കി മാറ്റുന്നതാണ് യഥാർത്ഥ ഹീറോയിസം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്